വീട്ടിലും ജോലിസ്ഥലത്തുമൊന്നും വൈഫൈ ഇല്ലാത്തവർ പ്രധാനമായി നേരിടുന്ന പ്രശ്നമാണ് മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ കിടക്കുന്ന 5 ആപ്ലിക്കേഷനെ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അനാവശ്യമായി മൊബൈൽ ഡാറ്റ നഷ്ടപ്പെടുന്നത് തടയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിലെ ഡാറ്റ അനാവശ്യമായി കാർന്നു തിന്നുന്ന ഈ 5 വില്ലന്മാർ ആരൊക്കെയാണെന്നും നമ്മുടെ മൊബൈൽ ഡാറ്റ അനാവശ്യമായി നഷ്ടപ്പെടുന്നത് എങ്ങനെ തടയാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് വീഡിയോയിൽ കാണാം. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് അനാവശ്യമായി മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന 5 ആപ്ലിക്കേഷനാണ് സ്ക്രീനിൽ കാണുന്നത്. 1 ഫേസ്ബുക്ക്, 2 ഇൻസ്റ്റഗ്രാം, 3 യൂട്യൂബ്, പിന്നെ വാട്സപ്പ്, പ്ലേ സ്റ്റോർ. ഓക്കെ, ഈ 5 ആപ്ലിക്കേഷനും അനാവശ്യമായി മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത് തടയാനുള്ള ഓപ്ഷൻ ഇത്തരം ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെയുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഇതുകൂടാതെ തന്നെ നമ്മുടെ ഫോണിലിരിക്കുന്ന മൊബൈൽ ഡാറ്റ ആവശ്യമില്ലാത്ത ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും. അത്തരം ആപ്ലിക്കേഷൻ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി എങ്ങനെ തടയാമെന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ആദ്യം നിങ്ങൾ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്ത് ഉള്ള 3 ലൈൻസ് അല്ലെങ്കിൽ പ്രൊഫൈൽ ഐക്കണാണ് ഉണ്ടാവുക. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വലതുഭാഗത്ത് മുകളിലായിട്ട് സെറ്റിങ്സിൻ്റെ ഗിയർ ഐക്കൺ കാണാം. ആ ഗിയർ ഐക്കണിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ ഇവിടെ മീഡിയ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ കാണാം, വീഡിയോ ക്വാളിറ്റി. അത് ഒപ്റ്റിമൈസ്ഡ് ആണ് ഉണ്ടാവുക. അത് മാറ്റിയിട്ട് നിങ്ങൾ ഡാറ്റ സേവർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ടിക്ക് മാർക്ക് കൊടുക്കുക. അതോടെ നിങ്ങളുടെ ഫോണിൽ പ്ലേ ആവുന്ന വീഡിയോയുടെ ക്വാളിറ്റി റെഡ്യൂസ് ആവുകയും 40% ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റ നിങ്ങൾക്ക് തടയാനും സാധിക്കുന്നതാണ്. ഇനി താഴെ ഓട്ടോ പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് മൊബൈൽ ഡാറ്റ വൈഫൈയിലാണ് ഉണ്ടാകുക. അത് മാറ്റിയിട്ട് വൈഫൈ ഓൺലി ആക്കുക. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മൾ ഫേസ്ബുക്ക് തുറന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ചില വീഡിയോ ഓട്ടോമാറ്റിക്കലി പ്ലേ ആകുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് മൊബൈൽ ഡാറ്റ നിങ്ങൾക്ക് അങ്ങനെ തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വൈഫൈ ഓൺലി ആക്കുകയാണെങ്കിൽ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ ഫേസ്ബുക്കിലുള്ള അനാവശ്യമായിട്ടുള്ള വീഡിയോകളൊന്നും പ്ലേ ആവില്ല. അത് നിങ്ങൾക്ക് പ്രിവ്യൂ മാത്രമേ കാണിച്ചു തരൂ. ആവശ്യമുള്ള വീഡിയോ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ ചെയ്താൽ മതി. നിങ്ങൾ റീൽസ് കാണുന്ന സമയത്ത് സാധാരണ പോലെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമതായി നിയന്ത്രിക്കാനുള്ളത് ഇൻസ്റ്റഗ്രാമാണ്. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അല്പം അധികം താഴേക്ക് വരണം. അല്പം അധികം താഴേക്ക് വന്നാൽ നിങ്ങൾക്കിവിടെ ഡാറ്റ യൂസേജ് ആൻഡ് മീഡിയ ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഡാറ്റ സേവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓണാക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഹൈ റെസൊല്യൂഷൻ മീഡിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് വൈഫൈ ഓൺലി ആണോ എന്ന് നോക്കാം. ചിലരുടെ ഫോണിൽ അത് മൊബൈൽ ആൻഡ് വൈഫൈ എന്നായിരിക്കും. അതൊഴിവാക്കിയിട്ട് വൈഫൈ ഓൺലി മാത്രമാക്കണം. ഓക്കെ, ഇതോടെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ പ്ലേ ആകുന്നത് തടയാൻ സാധിക്കും. മൂന്നാമതായി നിയന്ത്രിക്കേണ്ടത് യൂട്യൂബിനെയാണ്. യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. വലതുഭാഗത്ത് താഴെയായിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ ഐക്കൺ കാണാം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വലത് ഭാഗത്ത് മുകളിലായിട്ട് സെറ്റിങ്സിൻ്റെ ഗിയർ ഐക്കൺ കാണാം. ജസ്റ്റ് ആ ഗിയർ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ അല്പം താഴേക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോ ക്വാളിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓട്ടോയിലായിരിക്കും ഉണ്ടാകുക. അതിൽ നിങ്ങൾക്ക് ഡാറ്റ സേവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് നിങ്ങൾ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ വീഡിയോയുടെ ക്വാളിറ്റി കുറയും. എങ്കിലും നമുക്ക് അത്യാവശ്യം മൊബൈൽ ഫോണിൽ കാണേണ്ട ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇനി പിറകിലേക്ക് വരാം. ഇനി പ്ലേ ബാക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം രണ്ടാമതായിട്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ. ഇത് ഒന്ന് ഓഫാക്കി ഇടാം. ഇത് ഓഫാക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഒരു വീഡിയോ പ്ലേ ആയി കഴിഞ്ഞ ഉടൻ തന്നെ 10 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോ പ്ലേ ആവുന്നതാണ്. അപ്പോൾ ഒരാവശ്യവുമില്ലാത്ത ഒരു വീഡിയോ പ്ലേ ആകുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ നഷ്ടപ്പെടും. ഈ ഓട്ടോ പ്ലേ നെക്സ്റ്റ് വീഡിയോ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓഫ് ചെയ്യണം. ഇനി പിറകിലേക്ക് വരാം. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം ഡാറ്റ സേവിങ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഡാറ്റ സേവിങ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വീഡിയോയുടെ ക്വാളിറ്റി നല്ലപോലെ കുറയും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം എന്തൊക്കെയാണ് ഓൺ ആകുന്നത്. മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡാറ്റ ഉപയോഗം കുറക്കണമെങ്കിൽ ഇത് ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ്. ഇതൊന്ന് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതിയോളം മൊബൈൽ ഡാറ്റ യൂട്യൂബ് ഉപയോഗിക്കുന്നത് തടയാൻ സാധിക്കുന്നതാണ്. നാലാമതായി നിയന്ത്രിക്കേണ്ടത് വാട്സപ്പാണ്. ഈ ഒരു ഓപ്ഷൻ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി അതും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക.
നിങ്ങൾക്ക് അല്പം താഴേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്കിവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം മീഡിയ ഓഡിയോ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിൽ ആദ്യമുള്ളത് മൊബൈൽ ഡാറ്റയുടെ ഓപ്ഷനാണ്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ മൊബൈൽ ഡാറ്റയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകുന്നത് ഫോട്ടോ, ഓഡിയോ, വീഡിയോ ആണ്. നമുക്കറിയാം ഒരേ വീഡിയോ തന്നെ പല ഗ്രൂപ്പുകളിലും വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഓഡിയോ ഫയൽ, ചിലപ്പോൾ ഒരേ ഓഡിയോ ഫയൽ തന്നെ വരും, ഒരേ ഫോട്ടോകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പരമാവധി ഡാറ്റ നിയന്ത്രിക്കണമെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇങ്ങനെ ഒഴിവാക്കിയാലുള്ള ഒരു പ്രശ്നം എന്തെന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമേജും ഓഡിയോ ഒന്നും ഡൗൺലോഡ് ആവില്ല. എല്ലാം മാനുവലായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. വോയിസ് കമൻറ്റ് പ്രശ്നമല്ല, നമുക്ക് വോയിസ് ടൈപ്പ് അയക്കുന്നില്ല ആൾക്കാർ, അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് തന്നെ ഡൗൺലോഡ് ആകും. അല്ലാത്ത MP3 ഫയലും അതുപോലെ തന്നെ ഓഡിയോ, വീഡിയോ ഒക്കെ പ്രിവ്യൂ കാണിച്ചു തരും. വേണമെങ്കിൽ മാത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇനി അവസാനത്തത് പ്ലേ സ്റ്റോറിൻ്റെതാണ്. ഒട്ടുമിക്ക ആൾക്കാരും പ്ലേ സ്റ്റോറിൻ്റെ ഓട്ടോ അപ്ഡേറ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ടാവും. എങ്കിലും അത് അറിയാത്തവർക്ക് കാണിച്ചു തരാം. ഞാനൊന്ന് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ വലത് ഭാഗത്ത് കാണുന്ന പ്രൊഫൈൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്ന്. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ മാറ്റിയിരിക്കണം. ഇതൊന്ന് ഓപ്പൺ ആക്കാം. നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് ഏതെങ്കിലും ഓപ്ഷനിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ഓവർ വൈഫൈ ഓൺലി തന്നെ ആക്കണം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്തെന്നാൽ ഏത് സമയത്തും നിങ്ങളുടെ ഫോണിൽ ഏത് ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ചെയ്യപ്പെടാം. വലിയൊരു ഡാറ്റയാണ് നമുക്ക് നഷ്ടപ്പെടാം. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് നിയന്ത്രിക്കേണ്ടതാണ്. ഇനി നമ്മുടെ ഫോണിൽ ഒരുപാട് ഗെയിം ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും, ഒരു നെറ്റിൻ്റെയോ ആവശ്യമില്ലാത്തത്. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത് എങ്ങനെ തടയാമെന്ന് കൂടി കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങളുടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ഡാറ്റ യൂസേജ് എന്ന് സെർച്ച് ചെയ്യുക. പല മൊബൈൽ ഫോണിലും പല രീതിയിലായിരിക്കും ഇതിൻ്റെ സെറ്റിങ്സ്. എങ്കിലും നിങ്ങൾക്ക് അകത്ത് പോയാൽ തന്നെ അതിൻ്റെ ഓപ്ഷനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഏറ്റവും മുകളിലെ ഡാറ്റ യൂസേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിൽ ഈ മാസം 22 GB എല്ലാ ആപ്ലിക്കേഷനും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന് താഴെ ഡാറ്റ യൂസേജ് ബൈ ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ചില ഫോണിൽ ഈ ഡാറ്റ യൂസേജ് ഓണാക്കിയാൽ തന്നെ എല്ലാ ആപ്ലിക്കേഷനും കാണിക്കുന്നതാണ്. ഈ ഫോണിൽ അങ്ങനെയല്ല. ഇവിടെ ഡാറ്റ യൂസേജ് ബൈ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ എത്രയൊക്കെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചു എന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ വാട്സപ്പ്, യൂട്യൂബ് ഒക്കെ എത്ര GB ഡാറ്റ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പം നമുക്ക് വാട്സപ്പൊക്കെ നെറ്റ് ഓഫ് ചെയ്തിടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും അനക്കാൻ പാടില്ല. നമുക്ക് ഡാറ്റ ആവശ്യമില്ലാത്തത്, ഇപ്പോൾ എൻ്റെ ഫോണിൽ ആവശ്യമില്ലാത്ത ഒരൊറ്റ ആപ്ലിക്കേഷനും ഇല്ല. ഞാൻ അനാവശ്യമായിട്ട് ഒരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യാറില്ല. എല്ലാം ഇൻ്റർനെറ്റ് ആവശ്യമുള്ള ആപ്ലിക്കേഷനാണ്. എങ്കിലും എക്സാമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിൻ്റെതൊന്നും ഡാറ്റ ഓഫ് ചെയ്തിടരുത്. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം മൊബൈൽ ഡാറ്റയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിസേബിൾ മൊബൈൽ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ. ജസ്റ്റ് അതൊന്ന് ഓണാക്കി കൊടുത്താൽ മതി. ഇത് സാംസങ് ഒഴികെ ഒട്ടുമിക്ക മൊബൈൽ ഫോണിലുമുണ്ട്. റെഡ്മി, ഓപ്പോ, വിവോ, OnePlus പോലെയുള്ള ഒട്ടുമിക്ക ബ്രാൻഡുകളും ഈ ഓപ്ഷൻ നൽകുന്നുണ്ട്. സാംസങ്ങിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഡിസേബിൾ മൊബൈൽ ഡാറ്റ കൊടുക്കുന്നതോടെ മൊബൈൽ ഡാറ്റയിൽ ഇനി ഒരിക്കലും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ പറ്റില്ല. ഇതുപോലെ ഇൻ്റർനെറ്റ് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഓഫ് ചെയ്തിടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അനാവശ്യമായി മൊബൈൽ ഡാറ്റ നഷ്ടപ്പെടുന്നത് ഒരു പരിധി വരെ നിങ്ങൾക്ക് തടയാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.